എല്ലാവർക്കും നമസ്കാരം. കോമ്പറ്റീറ്റീവ് മാത്സ് വീഡിയോ സീരീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭിന്നസംഖ്യകളെ കുറിച്ചാണ്. വിവിധ മത്സര പരീക്ഷകളിൽ ഭിന്നസംഖ്യകളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. ഈ വീഡിയോ കാണുന്നതിലൂടെ ഭിന്നസംഖ്യകളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ എങ്ങനെയാണ് എളുപ്പത്തിൽ അവയുടെ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ കമ്പാരിസൺ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എങ്ങനെയാണ് എളുപ്പത്തിൽ നിങ്ങൾ സോൾവ് ചെയ്യാൻ പഠിക്കാൻ പോവുകയാണ്. ഭിന്നസംഖ്യകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ഡെയിലി ലൈഫിൽ പല രീതിയിൽ നമ്മൾ ഉപയോഗപ്പെടുത്താറുണ്ട്. എപ്പോഴും നമ്മൾ ഒരു പൂർണ്ണസംഖ്യയുമായി മാത്രമല്ല ഇടപഴകാറ്. ഭിന്നസംഖ്യകൾ എന്ന് പറഞ്ഞാൽ ഒരു പൂർണ്ണസംഖ്യയുടെ ഭാഗങ്ങൾ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. നമുക്കിനി ഭിന്നസംഖ്യയുടെ ഘടന എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ഭിന്നസംഖ്യ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് അംശം ബൈ ഛേദം എന്ന രീതിയിലാണ്. ഉദാഹരണമായിട്ട് എ ബൈ ബി ഫോമിൽ എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൽ എനെ നമ്മൾ അംശം എന്നും ബിനെ നമ്മൾ ഛേദം എന്നും പറയും. അതായത് ഇംഗ്ലീഷിലാണെങ്കിൽ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ. ഈ എ ബൈ ബി ഫോമിൽ എഴുതുന്ന നമ്പറുകളെയാണ് നമ്മൾ ഭിന്നസംഖ്യകൾ എന്ന് പറയുക. ഉദാഹരണത്തിന് നമ്മൾ 3/5 എടുത്തു കഴിഞ്ഞാൽ ഇതിൽ 3 എന്ന് പറയുന്നത് അംശവും 5 എന്ന് പറയുന്നത് ഛേദവുമാണ്. നമുക്ക് നോക്കാം ഭിന്നസംഖ്യയുടെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന്. ഉദാഹരണത്തിന് 3/5 ഇങ്ങനെ ഒരു സംഖ്യ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ അർത്ഥമാക്കേണ്ടത് ഏതോ ഒരു വസ്തുവിനെ അല്ലെങ്കിൽ എന്തിനെയോ നമ്മൾ 5 തുല്യ ഭാഗങ്ങളാക്കി മാറ്റിയിരിക്കുന്നു. അതിൽ 3 ഭാഗങ്ങൾ നമ്മൾ എടുത്തു. അതാണ് ഈ 3/5ന്റെ അർത്ഥം. ഉദാഹരണത്തിന് ഒരു ചതുരത്തെ ഞാൻ 5 തുല്യ ഭാഗങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. ഈ 5 തുല്യ ഭാഗങ്ങളിൽ നിന്ന് 3 എണ്ണം എടുത്തതാണ് 3/5. ബാക്കിയുള്ള 2 ഭാഗങ്ങളെ നമ്മൾ എങ്ങനെ എഴുതും? 2/5 എന്ന് എഴുതും. ഒരു ഭിന്നസംഖ്യയുടെ അർത്ഥം ഇങ്ങനെയാണ്. മാത്രമല്ല 3/5 എന്ന ഒരു ഭിന്നസംഖ്യ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വേറൊരു അർത്ഥം എന്ന് പറഞ്ഞാൽ ഇത് 3 ഹരിക്കണം 5 എന്നാണ് ഇതിന്റെ മീനിങ്. ഏത് ഭിന്നസംഖ്യ എടുത്താലും, അതായത് എ ബൈ ബി എന്ന് പറയുന്ന ഒരു ഭിന്നസംഖ്യ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് എ ഹരിക്കണം ബി ആണ്. ഉദാഹരണത്തിന് നമുക്ക് ഒരു ഭിന്നസംഖ്യ എടുക്കാം, 1/2. ഇതിന്റെ അർത്ഥം 1 ഹരിക്കണം 2. അതായത് ഇതിന്റെ വാല്യൂ കാൽക്കുലേറ്റർ ചെയ്ത് കഴിഞ്ഞാൽ 0.5 എന്നാണ് കിട്ടുക. ഇനി നമുക്ക് ഭിന്നസംഖ്യയുടെ വിവിധ തരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഭിന്നസംഖ്യകൾ നമ്മൾ പൊതുവെ 3ആയി തരംതിരിച്ചിട്ടുണ്ട്. സാധാരണ ഭിന്നം അല്ലെങ്കിൽ പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയും. വിഷമ ഭിന്നം അല്ലെങ്കിൽ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയും. മൂന്നാമത്തേത് മിശ്ര ഭിന്നം അല്ലെങ്കിൽ മിക്സഡ് ഫ്രാക്ഷൻ. നമുക്ക് സാധാരണ ഭിന്നം എന്താണെന്ന് നോക്കാം. സാധാരണ ഭിന്നം എന്ന് പറഞ്ഞാൽ അംശം എല്ലായ്പ്പോഴും ഛേദത്തെക്കാൾ കുറവായിരിക്കും. അതായത് എ ബൈ ബി ഫോമിൽ എഴുതി കഴിഞ്ഞാൽ, നമ്മൾ ഇതിനെ എ ബൈ ബി ഫോമിൽ എഴുതി കഴിഞ്ഞാൽ എ എപ്പോഴും ലെസ് ദാൻ ബി ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ സാധാരണ ഭിന്നം എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ എ ബൈ ഭിന്നസംഖ്യയുടെ അർത്ഥം എന്ന് പറയുന്നത് എ ഹരിക്കണം ബി ആണ്. അപ്പൊ ഈ എ ഹരിക്കണം ബി അല്ലെങ്കിൽ എ ബൈ ബി എപ്പോഴും ഇതിന്റെ വാല്യൂ, ഇതിന്റെ മൂല്യം എന്ന് പറയുന്നത് എപ്പോഴും 1നേക്കാൾ കുറവായിരിക്കും. നമുക്ക് എ എപ്പോഴും ചെറുതും ബി വലുതുമായി കഴിഞ്ഞാൽ എന്തായാലും 1നേക്കാൾ കുറവായിരിക്കും. നമുക്ക് ഉദാഹരണം നോക്കാം. 2/5. 2/5 നമ്മൾ കാൽക്കുലേറ്റർ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുക? 2 ഹരിക്കണം 5. ഇത് എങ്ങനെയായാലും 1നേക്കാൾ ചെറുതാണ്. ആൻഡ് 2/3 ഇതെടുത്തു കഴിഞ്ഞാലും 2 ഹരിക്കണം 3 1നേക്കാൾ ചെറുതാണ്. 1/6 ഇത് എടുത്തു കഴിഞ്ഞാലും 1 ഹരിക്കണം 6 ഇതും 1നേക്കാൾ ചെറുതാണ്. അപ്പൊ സാധാരണ ഭിന്നം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തത് വിഷമ ഭിന്നം. വിഷമ ഭിന്നം എന്ന് പറയുന്നത് അംശം ഛേദത്തെക്കാൾ വലുതോ തുല്യമോ, അതായത് എ ബൈ ബി രൂപത്തിൽ എഴുതുമ്പോൾ എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി. ഇതിന്റെ മൂല്യം എന്ന് പറയുന്നത് എപ്പോഴും 1 അല്ലെങ്കിൽ 1നേക്കാൾ വലുതോ അല്ലെങ്കിൽ തുല്യമോ ആയിരിക്കും. നോക്കാം. ഉദാഹരണം നോക്കൂ. 7/4. 7/4 എന്ന് പറഞ്ഞാൽ എന്തായാലും നമ്മൾ 7 ഹരിക്കണം 4 1നേക്കാൾ കൂടുതലായിരിക്കും. വേറെ സംഖ്യ നോക്കാം. 3/2. 3/2 എന്ന് പറഞ്ഞാൽ 3 ഹരിക്കണം 2. നമുക്കറിയാം 3 ഹരിക്കണം 2ന്റെ 1.5 ആണ്. ഇത് 1നേക്കാൾ വലുതാണ്. 6/6. 6/6. 6/6ന്റെ വാല്യൂ എത്രയാ? 6 ഹരിക്കണം 6, അതായത് 1. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു ഭിന്നസംഖ്യ കണ്ടു കഴിഞ്ഞാൽ, എ ബൈ ബി ഫോമിലുള്ള ഒരു ഭിന്നസംഖ്യ കണ്ടു കഴിഞ്ഞാൽ ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത് എ ഡിവൈഡഡ് ബൈ ബി ആണ്. ഇത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. അടുത്തത് മിശ്ര ഭിന്നമാണ്. ഈ മിശ്ര ഭിന്നം എന്ന് പറയുന്നത് എപ്പോഴും ഒരു പൂർണ്ണസംഖ്യയും അതിന്റെ കൂടെ ഒരു സാധാരണ ഭിന്നവും ഉണ്ടാവും.
ഉദാഹരണം നോക്കൂ, 1 1/2, 2 3/4, 5 2/3. ഇതിന്റെ എപ്പോഴും നമുക്ക് നോക്കാൻ മനസ്സിലാവും, എപ്പോഴും ഇതിന്റെ വാല്യൂ 1നേക്കാൾ കൂടുതലായിരിക്കും. നമുക്ക് നോക്കാം ഇതിനെ എങ്ങനെയാണ് നമ്മൾ ഒരു മിശ്ര ഭിന്നത്തെ നമുക്ക് എപ്പോഴും ഒരു വിഷമ ഭിന്നത്തിലേക്ക് മാറ്റി എഴുതാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. ഉദാഹരണം 2 1/3 എടുത്തു എന്ന് വിചാരിക്കും. ഇത് ഒരു മിശ്ര ഭിന്നമാണ്. ഇതിനെ നമുക്ക് എപ്പോഴും ഒരു വിഷമ ഭിന്നത്തിലേക്ക് മാറ്റി എഴുതാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇതിന്റെ പൂർണ്ണസംഖ്യ ഛേദം കൊണ്ട് ഗുണിക്കുക, അതിന്റെ കൂടെ ഈ അംശം കൂട്ടുക, അതിന്റെ അടിയിൽ എന്ത് എഴുതുക, ഈ ഛേദം എഴുതുക. എത്ര കിട്ടുക അപ്പോ? 2 6 + 1 7/3. അപ്പോ 7/3 ആണ് നമ്മൾ ഇങ്ങനെ എഴുതിയിട്ടുള്ളത്, 2 1/3. അപ്പൊ വേറൊരു നമ്പർ എടുത്തു കഴിഞ്ഞാലോ, 2 1/2. ഇങ്ങനെ ഒരു നമ്പർ എടുത്തു കഴിഞ്ഞാൽ ഇതിനെ എങ്ങനെയാണ് നമ്മൾ വിഷമഭിന്നത്തിലേക്ക് മാറ്റുക? 2 × 2, ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇത് കൂട്ടുന്നു, +1 ÷ 2, 4 5/2. ഇങ്ങനെയാണ് നമ്മളൊരു മിശ്ര ഭിന്നത്തെ, എപ്പോഴും നമുക്ക് മിശ്ര ഭിന്നം കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. ചില കാൽക്കുലേഷൻസ് എല്ലാം ചെയ്യുമ്പോൾ ഏറ്റവും എളുപ്പകരമായ കാര്യം എന്ന് പറയുന്നത് ഇതിനെ വിഷമ ഭിന്നത്തിലേക്ക് നമ്മൾ മാറ്റി എഴുതിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ഇനി ഒരു ഉദാഹരണം നേരെ തിരിച്ചാണെങ്കിൽ, ഉദാഹരണത്തിന് നമ്മൾ നേരത്തെ എടുത്ത ചോദ്യം തന്നെ എടുക്കാം, 7/3. ഈ 7/3 നമ്മൾ നേരെ തിരിച്ച് ഇങ്ങനെ എഴുതണമെങ്കിൽ ആദ്യം നമ്മൾ 7 ഹരിക്കണം 3 ചെയ്യുക. അപ്പൊ എത്രയാണ് കിട്ടുക? 2. ബാക്കി എത്രയാണ് ശിഷ്ടം? 1. 1/3. ഇങ്ങനെയാണ് നമ്മൾ തിരിച്ച് കൺവേർട്ട് ചെയ്യുക. തിരിച്ച് കൺവേർട്ട് ചെയ്യാൻ വേറൊരു ഉദാഹരണം എടുക്കാം, 5/2. 5/2 എടുത്തു കഴിഞ്ഞാൽ 5 ഹരിക്കണം 2 ആണല്ലോ അതിന്റെ മീനിങ്. അപ്പൊ 5 ഹരിക്കണം 2 എന്ന് പറയുന്നത് 2. ബാക്കി 1. അപ്പൊ 2 1/2. സോ ഇങ്ങനെയാണ് മിശ്രഭിന്നത്തെ നമ്മൾ വിഷമഭിന്നമായും വിഷമഭിന്നത്തെ നമ്മൾ മിശ്രഭിന്നമായിട്ടും നമ്മൾ കൺവേർട്ട് ചെയ്യാം. ഇനി നമുക്ക് ഭിന്നസംഖ്യയുടെ താരതമ്യം നോക്കാം. എപ്പോഴും എക്സാമിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആയിരിക്കും രണ്ട് ഭിന്നസംഖ്യകളെ തമ്മിൽ താരതമ്യം ചെയ്യാൻ. ഇതിന് പല മാർഗങ്ങളുണ്ട്. അതായത് ഒന്ന് ഒരേ ഛേദമായ ഭിന്നസംഖ്യകൾ. ഉദാഹരണത്തിന് 2/5 3/5. ഇതിൽ ഏതാണ് വലുത്? ഛേദം തുല്യമാണെങ്കിൽ നമുക്ക് എപ്പോഴും നോക്കുക, അംശം വലുത് ഏതാണോ അതായിരിക്കും വലുത്. കാരണം നമുക്കറിയാം 5ൽ 2 ആണോ വലുത്, 5ൽ 3 ആണോ വലുത്? ഏതൊരു സാധനത്തെയും 5 ഭാഗങ്ങളാക്കിയതിൽ അതിൽ 2 ഭാഗമാണോ കൂടുതൽ ഉണ്ടാവുക, 3 ഭാഗമാണോ കൂടുതൽ ഉണ്ടാവുക? എപ്പോഴും 3 ഭാഗമാക്കിയതാണ് കൂടുതൽ ഉണ്ടാവുക. അപ്പൊ ഛേദം തുല്യമായത് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അംശം നോക്കിയാൽ മതി. ഇനി വ്യത്യസ്ത ഛേദമാണെങ്കിൽ നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉപയോഗിക്കണം. ഉദാഹരണം 4/7 അല്ലെങ്കിൽ 4/7ഉം 5/9. ഇതിൽ ഏതാണ് വലുത് എന്ന് നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ ഇതിനൊരു മാർഗ്ഗമേ ഉള്ളൂ, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. അതായത് ഇതിന്റെ ഛേദവും ഇതിന്റെ അംശവും നമുക്ക് ഗുണിക്കുക. 4 × 9 4 × 9 ഇത് 7 × 5 35 36ഉം 35. അപ്പൊ ഏതാ വലുത്? ഇത്. അപ്പൊ ഇത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് ഇത് എന്തുകൊണ്ടാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ഭിന്നസംഖ്യ a/b ഫോമിലാണ്. ഈ a/b ഫോമിലുള്ള ഒരു ഭിന്നസംഖ്യയെ നമ്മൾ താഴെയും മുകളിലും സെയിം സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലോ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്താലോ ഈ ഭിന്നസംഖ്യക്ക് അതിന്റെ മൂല്യത്തിന് ഒരു മാറ്റവും വരില്ല. നമുക്ക് നോക്കാം. ഉദാഹരണമായിട്ട് നമുക്ക് 4/5 നോക്കാം. ഈ 4/5ന്റെ വാല്യൂ, അല്ലെങ്കിൽ നമുക്ക് എളുപ്പ വഴിക്ക്
3/2 എന്ന ഭിന്നസംഖ്യ നോക്കാം. ഈ 3/2 എന്ന് പറഞ്ഞാൽ എത്രയാണ് വാല്യൂ? 1.5. കാൽക്കുലേറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 1.5. 3/2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1.5 കിട്ടും. അപ്പൊ ഈ 3/2നെ നമ്മൾ താഴെയും മുകളിലും ഏതെങ്കിലും ഒരു തുല്യമായ നമ്പർ പറയും. 3 കൊണ്ട് താഴെയും മുകളിലും ഗുണിക്കുന്നു. അപ്പൊ എത്രയാ? 9/6. ഈ 9/6 ആണെങ്കിലും നമുക്ക് സെയിം 1.5 കിട്ടും. ഇങ്ങനെ ഏതൊരു ഭിന്നസംഖ്യയെയും താഴെയും അംശത്തെയും ഛേദത്തെയും ഒരേ സംഖ്യ കൊണ്ട് ഗുണിച്ചാലോ ഹരിച്ചാലോ അതിന്റെ മൂല്യത്തിൽ ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. ആ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം, ഈ ഒരു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വരുന്നത്. അതായത് ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാല് 4/7 5/9 ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിന്റെ നമ്മൾ 9 കൊണ്ട് താഴെയും മുകളിലും ഗുണിക്കുന്നു. അതായത് ഈ ഛേദം കൊണ്ട് താഴെയും മുകളിലും. ഇതിനെ നമ്മൾ ഇതിന്റെ മുകളിലും താഴെയും എന്താക്കുന്നു? താഴെയും മുകളിലും ഗുണിക്കുന്നു. അപ്പൊ ഇപ്പൊ എന്ത് മനസ്സിലാക്കി? ഇപ്പൊ ഇതിന്റെ ഛേദങ്ങൾ തുല്യമായി. അപ്പൊ അംശം മാത്രം നോക്കിയാൽ മതി. ഇനി അംശം ഏതാണോ വലുത് ആ സംഖ്യ ആയിരിക്കും വലുത്. അങ്ങനെയാണ് ഇതിന്റെ കൺസെപ്റ്റ്. നമുക്കിനി ക്രോസ് മൾട്ടിപ്ലിക്കേഷന്റെ ചില ഉദാഹരണങ്ങൾ നോക്കാം. ഇവിടെ കുറച്ച് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. 5/8 ഇൻറ്റു 7/12. 5/8 ഇൻറ്റു 5/8 7/12. ഇത് നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഇതിൽ ഏതാണ് വലുതെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ നേരത്തെ പറഞ്ഞ പ്രകാരമാണെങ്കിൽ ഇതിന്റെ ഛേദം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഇതിനെ താഴെ മുകളിൽ ഗുണിക്കണം. അപ്പൊ 5 ഇൻറ്റു 12 ഡിവൈഡഡ് ബൈ 8 ഇൻറ്റു 12. ഇവിടെ നേരെ തിരിച്ച് 7 ഇൻറ്റു 8 ഡിവൈഡഡ് ബൈ 12 ഇൻറ്റു 8. അപ്പൊ ഇതില് 60/8 ഇൻറ്റു 12 എത്രയാണ്? 8 ഇൻറ്റു 12 8 56 ഡിവൈഡ് ബൈ 12 ഇൻറ്റു 8. അപ്പൊ ഇപ്പൊ അംശം ഏകദേശം സെയിം ആയി. ഏതാണ് വലുത്? ഇത്. അപ്പോ 5/8 ആണ് വലുത് 7/12. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ ഇതിന് വേറൊരു മാർഗം കൂടിയുണ്ട്. നമ്മൾ എപ്പോഴും ഈ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ തന്നെ വേണമെന്നില്ല. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഛേദം രണ്ടിന്റെയും ഒരുപോലെ ആക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇതിന്റെ രണ്ടിന്റെയും LCM കണ്ടുപിടിച്ചാലും മതി. 8ന്റെയും 12ന്റെയും LCM എന്ന് പറയുന്നത് നമുക്കറിയാം 24 ആണ്. അപ്പൊ ഇതിന് ഛേദം 24 ആക്കുക രണ്ടിന്റെയും. ഈ ഛേദം 24 ആക്കാൻ വേണ്ടിയിട്ട്, അതായത് LCM ഓഫ് 8 12 എന്ന് പറയുന്നത് 24 ആണ്. ഈ 24 ആക്കാൻ വേണ്ടിയിട്ട് 8ന് എന്ത് ചെയ്യണം? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 12നെ 24 ആക്കാൻ 2 മതി. അപ്പൊ ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോ 5 3 15/24 12/24. ഏതാ വലുത്? ഇത്. അതായത് 5/8 ഗ്രേറ്റർ ദാൻ 7/12. ഇങ്ങനെയാണ് ഒരു ഭിന്നസംഖ്യയെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വെച്ചിട്ട് ഇതിനെ കമ്പയർ ചെയ്യാം. ഇനി അടുത്തത് ഭിന്നങ്ങൾ കൂട്ടാനും കുറയ്ക്കാനുമുള്ള ചോദ്യങ്ങൾ. അതായത് അംശം തുല്യമാണെങ്കിൽ, ഛേദം തുല്യമാണെങ്കിൽ നമുക്ക് അംശം തമ്മിൽ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്താൽ മതി. അതായത് നമുക്ക് നോക്കാം 1/6 പ്ലസ് 2/6. ഇതിന്റെ അംശം തുല്യമാണല്ലോ. അംശം തുല്യമായി കഴിഞ്ഞാൽ എന്താണ്? അംശം 6 ആണ്. മുകളിലത്തെ ഛേദം 6 ആണ്. അംശം മുകളിലത്തെ 3ഉം 2ഉം ഒന്നും കൂട്ടിയിട്ട് 3 എന്ന് എഴുതാം. സോ അതുപോലെ 1/10 പ്ലസ് 1/10 പ്ലസ് 1/10 എത്രയാ? 3/10. വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ പൊതുഛേദം കണ്ടുപിടിക്കുക. അതായത് 1/2ഉം 1/3ഉം തമ്മിൽ പ്ലസ് ചെയ്യണം. ഒരു മാർഗം എന്ന് പറയുന്നത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. എങ്ങനെ ചെയ്യാമത്? 1 × 3
1 ഇൻറ്റു 3 പ്ലസ് 1 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 2 എത്രയായി? 3ഉം 2ഉം 5 5/6. ഇതൊരു മാർഗമാണ്. എപ്പോഴും ഈ മാർഗം സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഭിന്നസംഖ്യയുടെ ലഘൂകരിച്ച രൂപമായിരിക്കില്ല കിട്ടുക. ഒരു വേറൊരു ഉദാഹരണം എടുക്കാം നമുക്ക്, അല്ലെങ്കിൽ ഇതിനെ തന്നെ 1/2, 1/3. ഈ അംശങ്ങൾ നമ്മൾ തുല്യമാക്കണം. ആദ്യം അംശങ്ങൾ തുല്യമാക്കാൻ അവയുടെ LCM കണ്ടുപിടിക്കണം. ഈ LCM 2ന്റെയും 3ന്റെയും LCM എത്രയാ? 6 ആണ്. അപ്പോൾ ഈ ഛേദം നമ്മൾ 6 ആക്കണം. അപ്പോൾ ഇതിന് എന്ത് ചെയ്യണം? 1/2നെ ഛേദം 6 ആക്കണമെങ്കിൽ ഇതിനെ 3 കൊണ്ട് ഗുണിക്കും. അപ്പൊ ഈ മുകളിലും 3 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ഭിന്നസംഖ്യയുടെ മൂല്യത്തിൽ മാറ്റം ഉണ്ടാവില്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ 1/3നെ 3ന്റെ 2 കൊണ്ട് ഗുണിച്ചാൽ 6 ആവും. 1നെ ആണെങ്കിൽ വീണ്ടും 2 കൊണ്ട് ഗുണിക്കണം. അപ്പൊ എന്താവും? ഇത് 3/6ഉം 2/6. അപ്പൊ ഇത് തമ്മിൽ കൂട്ടിയാലോ ഇനി 3ഉം 2ഉം 5/6 എന്ന് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ ഭിന്നസംഖ്യകളുടെ കൂട്ടൽ. ഇനി അതുപോലെ തന്നെ കുറക്കലാണെങ്കിൽ പോലും നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഉദാഹരണത്തിന് 8/5 മൈനസ് 3/4 ഇങ്ങനെ ഒരു നമ്പർ ഉണ്ട് നമുക്ക്. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ ഛേദം ഒരുപോലെ ആക്കണം. 5ഉം 4ഉം ആണ്. ഇതിന്റെ LCM എത്രയാ? 5ന്റെയും 4ന്റെയും LCM എത്രയാണ്? 20 ആണ്. അപ്പോ 8/5നെ നമ്മൾ ഛേദം 20 ആക്കണം. 2ന്റെയും ഛേദം 20 ആക്കണം. 8/5 5നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ മുകളിൽ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി 3/4 ആണെങ്കിലോ? 3/4 ആണെങ്കിൽ 4നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതിനെയും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്നിട്ട് ഇത് രണ്ടും കൂട്ടുക. അപ്പൊ 32/20ഉം സോറി ഇത് മൈനസ് ആണ്. മൈനസ് 5 3 15/20 എത്രയാ? 32 മൈനസ് 15 17/20. ഇങ്ങനെയാണ് കൂട്ടലും കുറക്കലും നമ്മൾ ഭിന്നസംഖ്യകൾ ഉപയോഗിച്ച് ചെയ്യാം. ഇനി ഗുണനവും ഹരണവും ആണെങ്കിൽ, ഈ ഗുണനവും ഹരണവും ആണെങ്കിൽ ഗുണനം എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആണ്. അംശം ഇൻറ്റു അംശം ഛേദം ഇൻറ്റു ഛേദം. അതായത് a/b ഇൻറ്റു c/d ആണെങ്കിൽ ഈക്വൽ ടു ac/bd. ഇതാണ് ഗുണനം. ഇനി ഹരണമാണെങ്കിൽ ആദ്യ ഭിന്നം എടുക്കുക, രണ്ടാമത്തിന്റെ റെസിപ്രോക്കൽ എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് നമുക്ക് a/b ഹരിക്കണം c/d ആണെങ്കിൽ ആദ്യ ഭിന്നം a/b അതുപോലെ തന്നെ എടുക്കുക ഇൻറ്റു രണ്ടാമത്തേതിന്റെ റെസിപ്രോക്കൽ d/c. ഇങ്ങനെയാണ് ഗുണനവും ഹരണവും. ഇനി ഭിന്നസംഖ്യയെ ലഘൂകരിക്കൽ, അതായത് അംശവും ഛേദവും പൊതുവായ ഘടകം ഉപയോഗിച്ച് ഭാഗിക്കാൻ പറ്റും. ഉദാഹരണം നമ്മൾ 18/24. ഈ 18/24നെ നമ്മൾ ചെറുതാക്കാൻ പറ്റും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ഭിന്നസംഖ്യയെ താഴെയും മുകളിലും ഒരേ സംഖ്യ കൊണ്ട് ഹരിക്കുകയോ ഗുണിക്കുകയോ ചെയ്താൽ ഭിന്നസംഖ്യയുടെ മൂല്യത്തിന് ഒരു മാറ്റവും ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ ഈ ഭിന്നസംഖ്യ നമുക്ക് ഉദാഹരണത്തിന് ഇതിൽ രണ്ടിലും പൊതുവായുള്ള ഏറ്റവും വലുത് 6 ആണ്. അപ്പൊ 6 കൊണ്ട് താഴെയും മുകളിലും ഡിവൈഡ് ചെയ്താൽ എത്രയായി? 3/4. ഇത് ഏറ്റവും ലഘുവായ രൂപമാണ്. അപ്പൊ ഇങ്ങനെയാണ് ഭിന്നസംഖ്യയെ ലഘൂകരിക്കുക. ഇതിന് പല ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ പറ്റും. 10/5 ആണെങ്കിൽ രണ്ടിലും 5 ആണുള്ളത്. അപ്പൊ 2/1. പിന്നെ വേറൊരു കാര്യം ഭിന്നസംഖ്യകളെ കുറിച്ച് പറയാനുണ്ടായിരുന്നു. ഒരു പൂർണ്ണസംഖ്യ ആയാലും ഇതിനെ ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതുക എന്ന് പറഞ്ഞാൽ ഇതിന്റെ അടിയിൽ ഒരു 1 ഇട്ട് കൊടുത്താൽ മതി. എപ്പോഴും ഒരു പൂർണ്ണസംഖ്യ നമുക്ക് ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതാൻ പറ്റും. അതായത് 3 ആണെങ്കിലോ 3/1 ഈക്വൽ ടു 3. അങ്ങനെ ഒരു പൂർണ്ണസംഖ്യയെ നമ്മൾ ഭിന്നസംഖ്യാ രൂപത്തിൽ ഇങ്ങനെയാണ് എഴുതുക. അപ്പൊ ഉദാഹരണത്തിന് ഈ ഉദാഹരണം എങ്ങനെയാ വരിക എന്ന് വെച്ചാൽ, എന്തെങ്കിലും ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് നമുക്ക് ഭിന്നസംഖ്യയും പൂർണ്ണസംഖ്യയും തമ്മിൽ വരുന്നു. അതായത് 2 + 1/2. ഇതെങ്ങനെ ചെയ്യാം? നമ്മൾ ഇതിനെ കാണേണ്ടത് 2ന്റെ അടിയിൽ എപ്പോഴും 1 ഉണ്ട്. അപ്പൊ നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ട് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഛേദം പൊതുവാക്കിയിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ 4/8 ഇൻറ്റു 3 ഇങ്ങനെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ അടിയിൽ ഒരു 1 ഇട്ട് കൊടുക്കുക. അങ്ങനെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. 3/7 ഓഫ് 42. 42ന്റെ 7/3 ഭാഗം. ഇങ്ങനെ ചില ചോദ്യങ്ങൾ വരും. 42ന്റെ 7/3 ഭാഗം. ഇതിന്റെ അർത്ഥം എന്താണ്? 42നെ 7 തുല്യ ഭാഗങ്ങളാക്കിയതിൽ 3 ഭാഗം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അർത്ഥമാക്കേണ്ടത് അങ്ങനെയാണ്. 42നെ 7 തുല്യ ഭാഗങ്ങളാക്കിയതിൽ 3 ഭാഗം.
അപ്പൊ 42നെ 7 തുല്യഭാഗങ്ങളാക്കാൻ പറഞ്ഞാൽ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അതിനെ 3 കൊണ്ട് ഗുണിക്കുക. അതായത് ഇവഞ്ച്വലി എന്താണ് 42 ഇൻറ്റു 3/7 അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ 42നെ 7 കൊണ്ട് ഹരിച്ചാൽ 6 കിട്ടും. 6 ഇൻറ്റു 3 18. വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഭിന്നങ്ങളുടെ ദശാംശ രൂപം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കാൽക്കുലേറ്ററിൽ ഈ ഭിന്നങ്ങൾ കാൽക്കുലേറ്ററിൽ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത്. അതായത് 1/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.5. 3/4 എന്ന് പറഞ്ഞാലോ 0.75. നമ്മൾ കാൽക്കുലേറ്റർ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. അതായത് ഈ കാൽക്കുലേഷൻ 1 ഹരിക്കണം 2 നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 3 ഹരിക്കണം 4 നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഭിന്നങ്ങളുടെ ദശാംശ രൂപം. ഇനി നമുക്ക് പ്രതിദിന ജീവിതത്തിലെ ഉപയോഗങ്ങൾ നോക്കാം. അരമണിക്കൂർ എന്ന് പറഞ്ഞാൽ എന്താണ്? അരമണിക്കൂർ എന്ന് പറഞ്ഞാൽ 1/2 മണിക്കൂറാണ്. ഒരു മണിക്കൂറിന്റെ പകുതി. 1/4 കപ്പ് എന്ന് പറഞ്ഞാൽ 3/4 കപ്പ്. 4ൽ 3 കപ്പാണ് 1/4 കപ്പ് എന്ന് പറയുന്നത്. അതേപോലെ 1/4 കപ്പ് എന്ന് പറഞ്ഞാൽ 1/4നെയാണ് നമ്മൾ കാൽ എന്ന് പറയാം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർമ്മിക്കാം. അര എന്ന് പറഞ്ഞാൽ 1/2, 1/4 എന്ന് പറഞ്ഞാൽ 3/4, കാൽ എന്ന് പറഞ്ഞാൽ 1/4. ഇനി ഉപയോഗപ്രദമായ ചില ടിപ്പുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി മനസ്സിലാക്കി. ഭിന്നസംഖ്യ എപ്പോഴും ലഘൂകരിച്ച് വെക്കുക. അതായത് ഉദാഹരണത്തിന് ഒരു ഭിന്നസംഖ്യ നമുക്ക് താഴെയും മുകളിലും കോമൺ ആയ ഫാക്ടർ ഉണ്ടെങ്കിൽ, ഛേദത്തിലും അംശത്തിലും കോമൺ ആയ ഫാക്ടർ ഉണ്ടെങ്കിൽ അതിനെ ഡിവൈഡ് ചെയ്തിട്ട് ചെറുതാക്കി വെക്കാം. ഉദാഹരണത്തിന് നമുക്ക് 32/12 എന്ന് പറഞ്ഞ ഭിന്നസംഖ്യ. ഇത്രയും വലിയ സംഖ്യ നമ്മൾ നോക്കുമ്പോഴേക്കും നമുക്ക് അത്ര ക്ലാരിറ്റി ഉണ്ടാവുന്നില്ല. അപ്പൊ ഇതിനെ നമുക്ക് ലഘൂകരിക്കാം. ഇതിന് രണ്ടിലും ഉണ്ടാകുന്ന കോമൺ ഫാക്ടർ ഉപയോഗിച്ച് ഇതിനെ നമുക്ക് ലഘൂകരിക്കാം. ഈ ലഘൂകരണം നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യും. ഇപ്പൊ 32 നമ്മൾ 16 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 16/6 വരും. ഇതിനെ വീണ്ടും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 8/3 കിട്ടും. അപ്പൊ ഇങ്ങനെ ഒറ്റയടിക്ക് ചെയ്യണമെന്നില്ല, സാവധാനം ചെറുതാക്കി കൊണ്ടുവന്നാലും മതി. 8/3 കിട്ടും. അപ്പോ ഇതുപോലെ പിന്നെ മിശ്ര ഭിന്നം എപ്പോഴും വിഷമ ഭിന്നമായി ഉപയോഗിക്കുക. അതാണ് എളുപ്പം ഉണ്ടാവുക. പിന്നെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഉപയോഗിക്കുക. ഇതൊക്കെയാണ് ഉപയോഗപ്രദമായ ടിപ്പുകൾ. അപ്പോ ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. ഇനി വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഈ 5/8 അല്ലെങ്കിൽ 7/12 ഏതാണ് വലുത്? ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു, ഒന്നുകിൽ രണ്ടിന്റെയും ഛേദം തുല്യമാക്കുക, അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ഉപയോഗിക്കുക. നമുക്കിവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ഉപയോഗിക്കാം. അതായത് 5 × 12 ഡിവൈഡ് ബൈ 8 × 12. ഇതാണ് ഈ ഭിന്നസംഖ്യയുടെ വാല്യൂ. ഇനി ഇവിടെയാണെങ്കിൽ 7 × 8 ഡിവൈഡഡ് ബൈ 12 × 8 എത്രയാണ്? 60 ഡിവൈഡഡ് ബൈ 8 × 12. 8 × 12 56 ഡിവൈഡഡ് ബൈ 8 × 12. സോ അപ്പോൾ നമ്മൾ ഭിന്നസംഖ്യകളെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. ഭിന്നസംഖ്യയുടെ ബേസിക് ഓപ്പറേഷൻസ് ആയ അവയെ കമ്പയർ ചെയ്യുന്നതും അവയെ മൾട്ടിപ്ലൈ ചെയ്യുന്നതും ഡിവൈഡ് ചെയ്യുന്നതും ആഡും സബ്സ്ട്രാക്ട് ചെയ്യുന്നതും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഭിന്നസംഖ്യകൾ വളരെ എളുപ്പമുള്ള ടോപ്പിക്കാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. സോ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് ദശാംശ സംഖ്യകളെ കുറിച്ച് പഠിക്കാം. തീർച്ചയായും നിങ്ങളുടെ കമന്റുകൾ, നിങ്ങൾക്ക് ഏതെങ്കിലും ചോദ്യങ്ങൾക്ക് എക്സ്പ്ലനേഷനോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ കമന്റ് ചെയ്യാവുന്നതാണ്. നന്ദി.